കണ്ണൂർ സർവകലാശാല, കണ്ണൂർ SN കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ SFI തൂക്കി എന്ന വിവരം ഈ പറഞ്ഞ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഇവിടെ ഞെട്ടിക്കുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവുമാണ്. വിദ്യാർത്ഥികൾക്ക് കയ്യിൽ പിച്ചാത്തിപ്പിടിയും ഈ നാട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴിയിൽ നടക്കാത്ത വണ്ണം കേരളത്തിലെ യുവജന നേതൃത്വവും വിദ്യാർത്ഥി നേതൃത്വവും ആ കൂട്ടത്തിലുള്ള സകലമാനം മാങ്കൂട്ടത്തിൽമാരും മാറുമ്പോൾ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന 1000 വിദ്യാർത്ഥികളുടെ SFIയുടെ ഭാഗമായി ഇവിടെ കടന്നു വരുന്നു. ഇതൊരു രാഷ്ട്രീയ വിജയമാണ്. കാണേണ്ടത് രണ്ട് മുന്നണികളുടെ വ്യത്യാസങ്ങളാണ്. അവർ രാഷ്ട്രീയം പറയുന്നു, അവർ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മരിച്ചു വീഴുന്നു, തല്ലേറ്റു വാങ്ങുന്നു, RSSനെതിരെ സമരം നടത്തുന്നു, അവരുടെ പേര് SFI എന്നാകുന്നു. അവരിതാ 1000 വിദ്യാർത്ഥികളുടെ സമ്മതാധികാരം വാങ്ങിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു. എന്നാൽ നേരെ ചാനൽ മുറികളിൽ ശീതീകരിച്ച റൂമിൽ മാത്രം ഇരുന്ന് വിദ്യാർത്ഥികളുടെ പൾസ് എന്തെന്നറിയാതെ, ജനങ്ങൾ എന്തെന്നറിയാത്ത ചില അടവിരിച്ചെടുത്ത നേതാക്കന്മാരുള്ളവരുടെ ഭാഗധേയം ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും പുതിയ പുതിയ ക്ലിപ്പുകൾ, ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകൾ. പറയാനുള്ളത് ഇത്ര മാത്രമാണ്. വരുന്ന കേരളം, ഭാവി കേരളം ഇടതോരമാണെന്നൊരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നതായി കണ്ണൂർ SN കോളേജിലെ വിജയം മാറി. കണ്ണൂരിലെ ഹൃദയഭൂമിയിൽ SFI അല്ലാതെ മറ്റാരുമില്ല. ഇവിടുത്തെ KSUക്കാരോട് പറയാനുള്ളത്, എവിടെയെങ്കിലുമൊക്കെ MSFകാരുടെ തല്ല് കിട്ടാൻ മാത്രം വിധിക്കപ്പെട്ടവരായി നിങ്ങൾ മാറരുത്. എന്തെങ്കിലും വിധത്തിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണൂർ SN കോളേജിലെ കുട്ടികൾ നിങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ട് ആ പേടിയൊന്നും ഇവിടുത്തെ KSUക്കാർക്ക് വേണ്ട. MSFകാർ തല്ലാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഒരിക്കലെങ്കിലും പറയണം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ, നിങ്ങൾ വർഗീയവാദികളെന്ന്. അത് മുഖത്തു നോക്കി പറയാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറാവാത്തോടത്തോളം കാലം നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ചവച്ചുകുട്ടയിൽ എറിയപ്പെട്ട സംഘടനയായി മാറും. അതിന്റെ അവസാനത്തെ ഉദാഹരണമായി കണ്ണൂർ SN കോളേജ് മാറും. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവിടെയും ആ നിലയിൽ നമ്മൾ വിജയിച്ചു വന്നു. ഒരു കാര്യം കൂടി മാത്രം സൂചിപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന KSUവിന്റെ നേതാക്കന്മാർ ഒന്ന് ചെവിയോർത്ത് കേട്ടോളൂ. മാടായി കോളേജിൽ അവിടെ ജയിച്ചിട്ടുള്ള സംഘടനയുടെ പേര് SFI എന്നാണ്. നിർമ്മലഗിരി കോളേജിൽ 9 ൽ 8 സീറ്റും നേടി തിരികെ പിടിച്ചിരിക്കുന്നു SFI. ഇനി ബാക്കി പുറകെ വരുന്നുണ്ട്. കാസർഗോഡ് ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള മറ്റു കോളേജുകളുടെ വീതം പുറകെ വരുന്നുണ്ട്. ബാക്കി അപ്പോൾ കാണാം. പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പമില്ല. വിദ്യാർത്ഥികൾ ഇന്ന് ഏറ്റെടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് SFI എന്ന് മാത്രമായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവിടെയാണ് മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ ജനാധിപത്യത്തിന്റെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഞങ്ങളുടെ സമരങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കറിയാം. RSSനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ, ഗവർണർക്കെതിരെ തെരുവിലിറങ്ങാൻ, ഈ നാട്ടിൽ മനുഷ്യർക്ക് വേണ്ടി പോരാടാൻ SFI മാത്രമേ ഉണ്ടാകുന്നു എന്നാണെങ്കിൽ അവിടെ വിജയിക്കുന്നത് SFI മാത്രമായിരിക്കുമെന്ന് തിരിച്ചറിയുക. തീർച്ചയായും കണ്ണൂർ ജില്ലയിലും കാസർഗോഡും വയനാടും ഉൾപ്പെടെയുള്ള കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ കോളേജുകളിലും SFIയുടെ തേരോട്ടമാണ്. ആ തേരോട്ടത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അണിചേർന്ന് നിന്ന ഈ മഹാപ്രവാഹത്തിനോടൊപ്പം ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. വിജയിച്ചിട്ടുള്ള ഈ സഖാക്കൾ, അവരുടെ അധ്വാനങ്ങൾ, അവരുടെ പോരാട്ടങ്ങൾ, അവരുടെ മുന്നോട്ട് പോക്കിന്റെ മുദ്രാവാക്യങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അതിനെ കൂടുതൽ സർഗാത്മകവും സക്രിയവുമാക്കാൻ SFI മുന്നോട്ടുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദനങ്ങൾ.